വെൽക്കം ടു an all new episode of All Things Considered. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം അഭിമാനമായ ടാറ്റയുടെ ഹാരിയറാണ്. ഹാരിയറിൻ്റെ EV ആണ്. വെൽക്കം ബാക്ക്. നാഗവല്ലിയെ നടത്തിക്കൊണ്ട് പോകുന്നത് ഇങ്ങനെ നടത്തിച്ചുകൊണ്ട് പോവാം. ഇങ്ങനെയാണ് നമുക്ക് ഇവൻ്റെ ഒരു കീ വരുന്നത്. ഇത് ഒരുപാട് ബട്ടൺസ് ഉള്ളൊരു കീ ആണ്. ഇതിൽ നമുക്ക് ലോക്ക്, അൺലോക്ക്, ലൈറ്റ്സ്, ബൂട്ട് ഓപ്പണിംഗ്, ഇത് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്യാം. ഇത് പാർക്ക് അസിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ബട്ടൺ. ഇത് വണ്ടി മുന്നോട്ട് റിമോട്ട്ലി, അകത്ത് ഡ്രൈവർ ഇല്ലെങ്കിൽ പോലും നമുക്ക് റിമോട്ട്ലി ഫോർവേഡ് ബാക്ക്വേഡ് ആക്കാനുള്ള ബട്ടൺ. ഇത് ഇത്രയും ഈ ഒരു ഹോക്കി പക്കിൻ്റെ സൈസിൽ കൊടുത്തിരിക്കുകയാണ്. ദാറ്റ് ഈസ് ഇംപ്രസീവ്. നമുക്കൊന്ന് അൺലോക്ക് ചെയ്ത് നോക്കാം. അൺലോക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ലൈറ്റ്സിനൊരു ആനിമേഷൻ ഉണ്ട്, അത് നല്ല ഭംഗിയാണ് കാണാൻ. ഇതാണ് അൺലോക്കിൻ്റെ ബട്ടൺ വരുന്നത്. നമ്മൾ ഷോറൂമിൻ്റെ ഉള്ളിലാണ്, എന്നാലും നമുക്ക് ഇവൻ്റെ കീ വെച്ചിട്ട് ഇവനെ ഒന്ന് ഓടിക്കാൻ പറ്റുമോ എന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം ഈ ബട്ടൺ ഇങ്ങനെ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക. അപ്പോൾ വണ്ടി സ്റ്റാർട്ടായി എന്നുള്ളതാണ്. എന്നിട്ട് നമുക്ക് ഇത് ഫോർവേഡ് വരാനുള്ള ബട്ടണാണ്. പതുക്കെ ഒന്ന് ഫോർവേഡ് പ്രസ് ചെയ്ത് നോക്കിയാൽ, എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്, വർക്ക് ചെയ്യുമോ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. മുന്നിലേക്ക് വരട്ടെ. ആനേനെ നടത്തിക്കുന്ന പോലെയാണ്. അതുപോലെ തന്നെ നമുക്ക് പിന്നിലേക്കും ആക്കാം. ടെൻഷൻ പിടിച്ച പരിപാടിയുണ്ടോ? തൽക്കാലം അത്ര മതി. അപ്പോൾ റിമോട്ടിൽ ആനയെ ഓടിക്കാൻ പറ്റും. ഹാരിയറിന് എന്നും ഉള്ളൊരു മാസീവ് സ്റ്റാൻസ്, അത് അങ്ങനെ തന്നെ നിലനിർത്താൻ ടാറ്റ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ആ ഡിസൈനിൽ ഒരുപാട് ഒരു ഇലക്ട്രിക്കിൻ്റെ ഒരു സൈഡിലേക്ക് അവർ ചാഞ്ഞിട്ടില്ല. വളരെ വളരെ മാച്ചോ ആയിട്ടുള്ള ആ ഒരു മസ്കുലിനായിട്ടുള്ള ഒരു ഡിസൈൻ അങ്ങനെ തന്നെ നിലനിർത്താൻ ടാറ്റ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ഹാരിയർ ഈ കളറിൻ്റെ പേര് നൈനിറ്റാൽ നൊക്ടേൺ എന്നാണ്. അതൊരു വെറൈറ്റി പേരാണ്. വെറൈറ്റി പേര് പോലെ തന്നെയാണ് അതിൻ്റെ ഒരു ഷെയ്ഡ്. ഒരു ലാവൻഡർ പർപ്പിൾ ആക്സെൻറ്റിൽ നിന്ന് ഒരു ലൈറ്റ് ബ്ലൂവിലേക്കൊരു ട്രാൻസിഷൻ, എവിടെയൊക്കെ ഒരു ചെറിയ ഗ്രേഡ് ട്രാൻസിഷൻ, ഒരു പല ബ്ലെൻഡ് ഓഫ് കളേഴ്സാണ്. ആക്ച്വലി നല്ല രസമാണ് കാണാൻ. ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മൾ അൺലോക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഇൻഡിക്കേറ്റേഴ്സ് ഇങ്ങനെ വരും, ഒരു ആനിമേഷൻ കാണിക്കും. അതുപോലെ തന്നെ നമുക്ക് നേരത്തെ കാണിച്ച പോലെ കീയിൽ ഹെഡ് ലാമ്പിനൊരു ഫംഗ്ഷൻ ഉണ്ട്. അതിട്ട് കഴിയുമ്പോൾ ഹെഡ് ലൈറ്റ്സ് ഓൺ ആവും. ഫുൾ LED ഹെഡ് ലൈറ്റ്സ് ആണ്. ഇതാണ് ലോ ബീംസ് വരുന്നത്. ഇവിടെയാണ് ഫോഗ് ലാംപ്സ് വരുന്നത്. ഹൈ ബീം ഇത് തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഒരു ഐസ് ക്യൂബ് ഷേപ്പാണ് ഇതിൻ്റെ ഒരു ഫോഗ് ലാംപ്സിന് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയാണ് ആക്ച്വലി. ഒരു ഫങ്ഷണൽ എയർ കർട്ടനും കൊടുത്തിട്ടുണ്ട് എയറോയ്ക്ക് വേണ്ടിയിട്ട്. ഫ്രണ്ടിൽ ഈ ഗ്രില്ല് ക്ലോസ്ഡ് ഓഫ് ആണ്. ഇത് ഒറ്റനോട്ടത്തിൽ ലൈറ്റ് ആണെന്ന് തോന്നും, പക്ഷേ ലൈറ്റ് അല്ല, വൈറ്റ് പെയിൻ്റ് ആണ്. ഇത് ഫ്രണ്ടിൽ നമുക്ക് 360 ക്യാമറയ്ക്കുള്ള ഫ്രണ്ട് ക്യാമറയാണ്. ഒരു ഫുൾ ലെങ്ത് ലൈറ്റ് ബാറും കൊടുത്തിട്ടുണ്ട്. നമ്മൾ മേലെ പറഞ്ഞ് വന്ന പോലെ തന്നെ എയറോഡൈനാമിക്സിൻ്റെ ഭാഗമായിട്ട് ഇവിടെ അവർ ഗ്രില്ല് ക്ലോസ് ഓഫ് ചെയ്തിട്ടുണ്ട്. താഴെ ഒരു ചെറിയൊരു ഗ്രില്ല് ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് കൂളിങ്ങിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ബോട്ടം പോർഷനിൽ വരുന്നൊരു എയർ ഡാം വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈൻ അവരിതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇങ്ങനൊരു വെർട്ടിക്കൽ സ്ലാറ്റ്സ് പോലൊരു ക്രോം ഫിനിഷിലുള്ളൊരു ഗ്രില്ലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതിനുള്ളിൽ തന്നെ ഇവിടെ ഈ കാണുന്നത് അതൊരു പ്ലാസ്റ്റിക് പോർഷനാണ്. നമ്മുടെ അഡാസിൻ്റെ റഡാറിനും മറ്റും വേണ്ടിയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് പോർഷനാണ്. അത് ഭയങ്കര ഇൻറ്റഗ്രേറ്റഡ് ആണ്. നമുക്കൊരു 10 ഫീറ്റ് അപ്പുറത്ത് മാറി നോക്കിയാൽ നമുക്കത് മനസ്സിലാവത്തേയില്ല. നമുക്ക് ഹാരിയറിൽ വന്നിട്ട് 1, 2, 3, 4, 5, 6 6 അൾട്രാസോണിക് സെൻസേഴ്സ് ഫ്രണ്ടിൽ വരുന്നുണ്ട്. ഇത് ഓട്ടോ പാർക്കിങ്ങിനും പാർക്ക് അസിസ്റ്റിനും അങ്ങനത്തെ ഈ ഓട്ടോമാറ്റിക് റിമോട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഫോർവേഡ് ബാക്ക്വേഡ് ഡ്രൈവിംഗ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ആ സെൻസേഴ്സും ക്യാമറയും എല്ലാം ഫീഡ് യൂസ് ചെയ്തിട്ടാണ് വെഹിക്കിൾ അനലൈസ് ചെയ്തിട്ട് മൂവ്മെൻറ്റ്സ് ചെയ്യുന്നത്. എല്ലാ ഇലക്ട്രിക് വെഹിക്കിൾസിനുള്ള പോലെ തന്നെ ഹാരിയറിനും ഒരു ഫ്രണ്ട് ട്രങ്ക് സ്പേസ് ഉണ്ട്. ചെറുതാണ്, XCVയിലൊക്കെ ഉള്ള പോലെ ഒരുപാട് വലുതല്ല. ഇതൊരു എനിക്ക് കണ്ടിട്ട് ഒരുപാടൊന്നും നമുക്ക് വെക്കാൻ പറ്റുന്നതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. നമുക്ക് ആ 3.3 കിലോ വാട്ടിൻ്റെ ചെറിയൊരു ചാർജർ ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും.
അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇവിടെയാണ് നമുക്ക് വിൻഷീൽഡ് വാഷർ ഫ്ലൂയിഡിൻ്റെ ടോപ്പപ്പ് വരുന്നത്. ഇവിടെയാണ് നമ്മുടെ കൂളൻ്റ് കാര്യങ്ങളൊക്കെ ടോപ്പപ്പ് ചെയ്യുന്നത്. പിന്നെ ഇവിടെയാണ് കൂളൻറ്റിൻ്റെ സെക്കൻഡറി റിസർവർ വരുന്നത്. നമുക്ക് ബാറ്ററിയുടെ ടെർമിനൽസ് ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. 12 വോൾട്ട് ബാറ്ററി അതിനകത്തായിരിക്കുന്നത്. ഇങ്ങനെയാണ് ഹാരിയറിൻ്റെ ഒരു ബോണറ്റ് ഓപ്പൺ ആയിട്ടുള്ളൊരു ലുക്ക് വരുന്നത്. ഭയങ്കര മാസീവാണ്, അതുപോലെ തന്നെ ഭയങ്കര ഹെവിയാണ്. ഹൈഡ്രോളിക് സ്ട്രട്സ് കൊടുക്കാമായിരുന്നു, ഈ പ്രൈസ് പോയിന്റിൽ കൊടുത്തിട്ടില്ല. ഇപ്പോഴും കമ്പി പരിപാടി തന്നെയാണ്. ഇൻസുലേഷൻ എന്തിനാണ് കൊടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ദർ ഇസ് നോ ഐഡിയ, പക്ഷെ സ്റ്റിൽ നൺദലെസ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ബോണറ്റ് ക്ലോസ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മുടെ ഹാരിയറിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രോപ്പർ SUV സ്റ്റാൻഡ്സ് തന്നെയാണ്. വേറെ അതിനകത്ത് ഡിസൈനിൽ വേറെ കാര്യങ്ങളൊന്നും ടാറ്റ പിടിച്ചിട്ടില്ല. ഒരു വളരെ മാച്ചോ, അതായത് നമുക്കൊരു SUV എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ ആദ്യം വരുന്നൊരു ഫേസ്, അങ്ങനെ തന്നെയാണ് ടാറ്റ ഇത് നിലനിർത്തിയിട്ടുള്ളത്. ഒരു കാര്യത്തിലും ഡിസൈനിൽ ടാറ്റ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വീൽസ് വരുന്നത്. 245, 55, 19 ഇഞ്ച് എയറോ സ്പെക്ക് വീലാണ് കൊടുത്തിരിക്കുന്നത്. നല്ല വൈഡായിട്ടുള്ള ടയറാണ്, അതുപോലെ പവർ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് കേട്ടോ. പിന്നെ സൈഡിലൊരു ഫുഡ് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. വണ്ടിക്ക് അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് തന്നെ കയറാനും ഇറങ്ങാനും കുറച്ചുകൂടെ ഒരു ആയാസം കുറയ്ക്കാനാണ് ഫുഡ് സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലും സെയിം 19 ഇഞ്ച് തന്നെയാണ്. 245, 55, 619. സാമാന്യം ഭേദപ്പെട്ട ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ് ഹാരിയറിന് കൊടുത്തിട്ടുള്ളത്. 200 മില്ലിമീറ്ററിന് മുകളിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഹാരിയറിനുണ്ട്. എന്നാലും ഓഫ് റോഡ് വണ്ടി എന്നൊക്കെ അവർ പറഞ്ഞാലും ഓഫ് റോഡ് പോകാൻ കേപ്പബിൾ ആണെങ്കിലും ബാറ്ററി പാക്ക് എപ്പോഴും വണ്ടിയുടെ അടിയിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ മോശം റോഡിൽ ഇല്ലേ കല്ല് മണ്ണൊക്കെ പോകുമ്പോൾ അടി തട്ടാതെ മാക്സിമം ശ്രമിക്കുക. നമുക്ക് ഹാരിയറിൻ്റെ പുറമേ ഉള്ളൊരു ഡിസൈൻ നമ്മൾ കണ്ട് നമുക്കിനി അകത്തേക്ക് കയറുന്നതും ഇറങ്ങുന്നതും ഒക്കെ ഒന്ന് നോക്കാം. സൈഡിലൊരു ഫുഡ് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കയറാൻ പ്രയാസങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ഒരുപാട് പ്രയാസമൊന്നുമില്ല. ജസ്റ്റ് നോർമലി നമ്മൾ കയറുന്ന പോലെ തന്നെ കയറുക, ഇരിക്കുക. ഫുഡ് സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഇരിക്കുന്ന പോലെ ഇരിക്കുക. സീറ്റൊക്കെ നമ്മുടെ ഒരു പൊസിഷനിൽ അഡ്ജസ്റ്റ് ചെയ്തിടുക. ഇങ്ങനെയാണ് എൻ്റെ ഒരു ഡ്രൈവിംഗ് പൊസിഷൻ വരുന്നത്. സീറ്റിനെ കുറിച്ച് ചോദിച്ചാൽ നല്ല ഫേം ആയിട്ടുള്ള സീറ്റാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുന്നത് നമ്മുടെ ലോവർ ബാക്ക്, ലംബാറിന് നല്ല സപ്പോർട്ടുണ്ട്. നല്ല കംഫർട്ടബിൾ സീറ്റാണ്. 2 സൈഡിലെയും ബോൾസ്റ്റേഴ്സ് നല്ല രീതിയിൽ നമ്മളെ അങ്ങനെ ഹഗ് ചെയ്ത് പിടിക്കുന്നുണ്ട്. ഹെഡ് റെസ്റ്റ് പക്ഷേ XEVയുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ അത്രത്തോളം നമുക്കൊരു മുന്നിലേക്കൊരു സപ്പോർട്ട് കിട്ടുന്നില്ല. ഹെഡ് റെസ്റ്റ് നമുക്കത് ഇത്രയും തല പുറമേക്ക് പോകുന്നൊരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മളൊരു പില്ലോയോ നെക്ക് റെസ്റ്റോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കത് കോമ്പൻസേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അങ്ങനെയാണ് ഫ്രണ്ട് സീറ്റിൻ്റെ ഒരു ഡ്രൈവിംഗ് പോസ്റ്റർ വരുന്നത്. പിന്നെ സ്റ്റിയറിങ്, സീറ്റ്, പെഡൽസ് കറക്റ്റ് അലൈൻമെൻ്റ് ആണ്. ടാറ്റ ഈ കാര്യത്തിൽ നെയിൽ ചെയ്തിട്ടുണ്ട്. നെക്സോണിൽ നോട്ട് സോ മച്ച്. ഇങ്ങനെയാണ് നമുക്ക് ഹാരിയറിൻ്റെ ക്യാബിന് വരുന്നത്. സ്റ്റിയറിങ്ങിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് വെഹിക്കിളിൻ്റെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺസ് വരുന്നത്. നമ്മൾ ബ്രേക്ക് പ്രസ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് സ്റ്റോപ്പ് പ്രസ് ചെയ്യുന്നു. നമ്മുടെ ഈ നെറ്റ്ഫ്ലിക്സിൻ്റെ ഒക്കെ ലോഗോ വരുന്ന പോലെയാണ് പുതിയ ടാറ്റയുടെ പരിപാടി. കാണാൻ നല്ല ഭംഗിയുണ്ട്. സീറ്റുകൾ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. നല്ല ലെതർ ഫിനിഷുള്ള സീറ്റാണ്. ഇൻസൈഡ് വൈറ്റും ഔട്ട് സൈഡ് ഒരു ഗ്രേ കളർ ലെതറാണ് കൊടുത്തിരിക്കുന്നത്. വെന്റിലേറ്റഡ് സീറ്റാണ്. വെന്റിലേഷൻ്റെ കൺട്രോൾസ് ഇവിടെയാണ് വരുന്നത്. ഫുള്ളി ഇലക്ട്രിക് അഡ്ജസ്റ്റ് ഉള്ള സീറ്റാണ്. 3 മെമ്മറിയും ഉണ്ട്. ഫ്രണ്ടിലെ പാസഞ്ചർ സീറ്റിനും വെന്റിലേഷൻ ഫംഗ്ഷൻ ഉണ്ട്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഡോർ പാഡ് വന്നിട്ട് നല്ല ലെതർ മെറ്റീരിയൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ഗ്രാബ് ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. ഈ ലിവറൊക്കെ പുതിയതാണ്, നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. സ്വിച്ചസ് ഒക്കെ പഴയ ടാറ്റയുടെ സ്വിച്ചസ് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഡ്രൈവർ ഡോറിന് 1 ടച്ച് ഡൗണും ഉണ്ട്, 1 ടച്ച് അപ്പും ഉണ്ട്. 1 ടച്ച് അല്ല, 1 കുത്താണ്. നമ്മുടെ നെക്സോണിൽ പറഞ്ഞ പോലെ ടച്ച് ചെയ്ത് വിട്ടാൽ താഴത്തില്ല. നമ്മളൊന്ന് ഞെക്കി പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കണം, അപ്പോഴേ പോവുള്ളൂ. ബാക്കി എല്ലാ വിൻഡോസിനും 1 ടച്ച് ഇല്ല. ഡ്രൈവർ സൈഡിന് മാത്രം 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ കൊടുത്തിട്ടുണ്ട്. ഡോർസിൽ നമുക്കൊരു 1.5 ലിറ്ററിൻ്റെ ബോട്ടിൽ, അത്യാവശ്യം കുഞ്ഞു ബോട്ടിലൊക്കെ ഇവിടെ വെക്കാം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത്യാവശ്യം ഡീസൻ്റ്ലി സൈസ്ഡാണ്. ഇതിൻ്റെ ഈ ഡോറിൽ ഒരു സേഫ്റ്റി ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഡോർ ഓപ്പൺ ചെയ്തിരിക്കുന്ന സമയത്ത് പിന്നിൽ നിന്ന് വണ്ടികൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോർ ഓപ്പൺ ആണെന്ന് കാണിക്കാൻ. ചില വണ്ടികളിൽ ഇത് റിഫ്ലക്ടർ കൊടുക്കാറ്. ടാറ്റ അത് സ്കിപ്പ് ചെയ്ത് അതിനൊരു ലൈറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഉള്ളിലേക്ക് വരുമ്പോൾ
ഇത് നമ്മുടെ സെൻട്രൽ കൺസോളിലെ ആംറസ്റ്റ് ഏരിയ ആണ്. അത് കൂൾഡാണ്. അതിനകത്തൊരു 12 വോൾട്ട് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു USB-A സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു USB-C ടൈപ്പ് സോക്കറ്റും കൊടുത്തിട്ടുണ്ട്. ഇത് കൂളിംഗ് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനുള്ള നോബാണ്. ഈ കൺസോൾ നമുക്ക് സ്ലൈഡ് ചെയ്യാനും പറ്റും. ആ കൺസോളിന് തൊട്ട് മുമ്പിലായിട്ട് ഒരു നല്ല ഡീപ്പായിട്ടുള്ള കപ്പ് ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇതിൻ്റെ NFC കാർഡ്, അതായത് ഈ കാർ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് ഈ കീ കൂടാതെ, ഒരു സാധാരണ കീ കൂടാതെ ഒരു NFC കാർഡും കൂടെ ഉണ്ട്. അത് ഇവിടെ വെച്ചതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പോകുന്നതാണ്. ഇത് ഓട്ടോ ഹോൾഡിൻ്റെ ബട്ടണാണ്. ഇത് ഹാൻഡ് ബ്രേക്കിൻ്റെ ബട്ടണാണ്. ഇത് നമ്മൾ ഗിയർ ലിവറാണ്. നല്ലൊരു ഭംഗിയുള്ള ഗിയർ ലിവറാണ്. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് വേണം ഗിയറിലേക്ക് പിടിച്ചിടാൻ. ഇത് നമുക്ക് ഡ്രൈവിംഗ് മോഡുകൾ മാറ്റുന്ന ഒരു ബട്ടണാണ്. ഒരു റോട്ടറി നോബാണ്. നമ്മുടെ നെക്സോൺ EV മാക്സിലെയൊക്കെ ഡ്രൈവ് സെലക്ടർ പോലെ ആ സെയിം നോബ് എടുത്തിട്ട് ഇവർ ഡ്രൈവ് മോഡുകൾക്ക് വേണ്ടി വെച്ചിരിക്കുക. അതായത് നോർമൽ, സ്നോ, മഡ്, റോക്കി, സാൻഡ്. ഓൾ വീൽ ഡ്രൈവ് വെഹിക്കിൾ ആണല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഓൾ വീൽ ഡ്രൈവിൻ്റെ കേപ്പബിലിറ്റീസ് എടുക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ബൂസ്റ്റ് മോഡാണ്. ഇത് ഈക്കോ മോഡ്. ഇത് റെഗുലർ സ്പോർട്സ് മോഡ്. ഇത് നമുക്ക് പാർക്ക് അസിസ്റ്റിനുള്ള ബട്ടണാണ്. ഇവിടെ തന്നെ നമുക്ക് ഒരു ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് ഒരു USB-A പോർട്ടുണ്ട്. ഒരു 45 വാട്ട്സിൻ്റെ ഫാസ്റ്റ് Type-C പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വയർലെസ് ഫോൺ ചാർജറിനുള്ള പൊസിഷൻ അവിടെ ഉണ്ട്. ഡ്രൈവർ സീറ്റിലേക്ക് ഇരുന്ന് കഴിയുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് പുറത്തേക്കുള്ളൊരു കാഴ്ച വരുന്നത്. നല്ലൊരു, ഇതിപ്പോൾ എത്ര സ്പോക്കാണ്, 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ കൊടുത്തിട്ടുണ്ട്. ടാറ്റയുടെ ലോഗോ ഇല്ലുമിനേറ്റഡ് ആണ്. ഇതൊരു ഗ്ലോസി പോർഷനാണ്. സൺലൈറ്റ് അടിക്കുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണിലേക്ക് ഗ്ലെയർ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത് കുഴപ്പമില്ല, ഒരു മാറ്റ് എന്തെങ്കിലും ഒരു സ്റ്റിക്കർ പോലെ അടിച്ചാൽ നമുക്ക് ആ പ്രോബ്ലം സോർട്ട് ചെയ്യാൻ പറ്റും. സ്റ്റിയറിംഗ് നല്ല ഫ്രണ്ട്ലി ആണ്. ഒരു 2 ടോൺ കളറാണ് ഇതിന് ടാറ്റ കൊടുത്തിരിക്കുന്നത്. ഇൻസൈഡ് ഒരു വൈറ്റ് ഷെയ്ഡും ഔട്ട്സൈഡ് ഒരു ഗ്രേ ഷെയ്ഡുമാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഒരു കളർ കോംബോ ആണ്. ഇതിൽ സ്വിച്ചസ് ആണ്, ടച്ച് ആണെന്ന് തോന്നിയാലും എല്ലാം സ്വിച്ചസ് തന്നെയാണ്. താങ്ക് ഗോഡ്. കോൾ ആൻസർ, കോൾ ഡിക്ലൈൻ, വോളിയം അപ്പ് ഡൗൺ, ഇത് നമുക്ക് മോഡ് മാറ്റാനുള്ളത്. ഇത് നമ്മുടെ സോഴ്സ് മാറ്റാനുള്ളത്, ബ്ലൂടൂത്ത് ആണോ, ഓക്സ് ആണോ, FM ആണോ. ഇത് വോയിസ് കമാൻഡ്സിൻ്റെ ബട്ടൺ. ഇതിൻ്റെ ഈ മോഡ്സ് മാറ്റാനുള്ള ബട്ടൺ. ഇത് ക്രൂസ് കൺട്രോൾ. ഇതിൽ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്, ലെയിൻ കീപ്പ് അസിസ്റ്റ് വരുന്നുണ്ട്, ലെയിൻ ഡിപ്പാർച്ചർ വാർണിംഗ് വരുന്നുണ്ട്, ബ്ലൈൻഡ് സ്പോട്ട് അസിസ്റ്റ് വരുന്നുണ്ട്. അങ്ങനെ അഡാസ് ലെവൽ 2ൻ്റെ ഭാഗമായിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ഡിജിറ്റൽ ക്ലസ്റ്ററാണ് ടാറ്റ ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് നമുക്കിതിൻ്റെ റേഞ്ച് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ വെഹിക്കിളിൻ്റെ ഡീറ്റെയിൽസ് പല രീതിയിലാക്കാൻ പറ്റും. നമുക്ക് ഫുൾ ഡിസ്പ്ലേ നമുക്ക് നാവിഗേഷന് വേണ്ടി ആക്കാം. ഫുൾ ഡിസ്പ്ലേ നമുക്ക് ഇൻഫോർടൈൻമെൻറ്റിൻ്റെ കാര്യങ്ങൾ, ഈ ഡയൽസ് എല്ലാം നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്. ഇതെല്ലാം ഫുള്ളി കസ്റ്റമൈസ്ഡ് ആണ്. അവിടെയാണ് ബാറ്ററി പെർസെൻറ്റേജ് വരുന്നത്. ഇവിടെ ഡ്രൈവിംഗ് മോഡ് വരുന്നത്, വെഹിക്കിളിൻ്റെ ഓഡോമീറ്റർ ഇവിടെയാണ് വരുന്നത്. അത് റീജൻ ലെവലാണ്. റീജൻ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് സ്റ്റിയറിങ്ങിൽ തന്നെ പാഡിൽസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പ്ലസ് പാഡിലുണ്ട്, ഇവിടെ ഒരു മൈനസ് പാഡിലുണ്ട്. ഒരു ഇച്ചിരി ബ്രൈറ്റ്നെസ് കുറവുള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. പ്രത്യേകിച്ച് ഇച്ചിരി വെയിലുള്ള സാഹചര്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ വിസിബിലിറ്റി ഒരു ഇച്ചിരി കുറവാണ്. ഈ സ്ക്രീനിനെ അപേക്ഷിച്ച് ഇതിപ്പോൾ ഫുൾ ബ്രൈറ്റ്നെസ്സിൽ കിടക്കുന്നത്. ഞാനിപ്പോൾ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്താൽ ഇത് ഈവൻ ഡിമ്മറാവും. കണ്ടില്ലേ? ബ്രൈറ്റ്നെസ് കൂട്ടാൻ പറ്റും, പക്ഷേ ഇതിപ്പോൾ പീക്ക് ബ്രൈറ്റ്നെസ്സിൽ കിടക്കുന്ന. ഇതൊരു മാറ്റ് ഡിസ്പ്ലേ ആണ്. അപ്പം വെയിലടിക്കുമ്പം ഗ്ലെയർ കൂടെ വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ വിസിബിലിറ്റി കുറച്ച് കുറവായിരിക്കുമോ എന്നൊരു സംശയമുണ്ട്. അത് മാത്രമല്ല, ഇതിൽ എഴുതിയിരിക്കുന്ന ലെറ്റേഴ്സ് ആണെങ്കിലും കുറേ ചെറിയ ചെറിയ അക്ഷരങ്ങളിലാണ് എഴുതിയിരിക്കുന്നത്. നമ്മളൊരു ഡിസ്റ്റൻസിൽ നിന്ന് വായിക്കുമ്പം ഒരു ലെജിബിലിറ്റി പ്രോബ്ലം വരാനുള്ള സാധ്യതയുണ്ട്. ആക്ച്വലി ഞാനത് പറയാൻ കാരണം, ഇപ്പം ഞാൻ വായിച്ചപ്പോൾ എനിക്ക് ബാറ്ററി പെർസെൻറ്റ് കണ്ണിച്ച് പുറന്നോട്ടാണ്. ബാറ്ററി പെർസെൻറ്റ് നോക്കിയിട്ട് ഈ ഡിസ്റ്റൻസിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി പെർസെൻറ്റേജ് കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പറഞ്ഞാൽ കുറച്ചുകൂടെ വലുതാക്കായിരുന്നു ഈ ഐക്കോൺസ്. ഈ കോമ്പസ് ഒക്കെ കൊടുത്ത് ഇരിക്കുന്നതിന് പകരം നമ്മുടെ ഈ ഐക്കോൺസ് കുറച്ചുകൂടെ വലുതാക്കായിരുന്നു. അങ്ങനെ ഒരു അഭിപ്രായം എനിക്കുണ്ട്. പിന്നെ സ്വിച്ചസ് കാര്യങ്ങളൊക്കെ പഴയ നമ്മുടെ നെക്സോൺ, ടിയാഗോ, ടിഗോർ, പഴയ ബോൾട്ട്, സെസ്റ്റ് അതിലൊക്കെ വന്നിരുന്ന അതേ സ്വിച്ചസ് തന്നെ, ഒരു മാറ്റവും. ഹാരിയറിൻ്റെ ക്യാബിനിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയൊരു കാര്യം, ഇവരുടെ ജാഗ്വർ ലാൻഡ് റോവറിൻ്റെ ഒരു അസോസിയേഷനുമായിട്ട്, ഇല്ലെങ്കിൽ ആ ഒരു കമ്പനി അക്വയർ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് കിട്ടിയൊരു ബോണസാണ് ഈ ഒരു ഇലക്ട്രോണിക് റിയർ വ്യൂ മിറർ. ഇതൊരു റിയർ വ്യൂ മിററുമാണ്, ഇതിനകത്തൊരു ഡിസ്പ്ലേയും ഉണ്ട്. അതായത് ടെക്നിക്കലി നമുക്ക് റിയൽ ടൈം ബാക്കിലോ ഫ്രണ്ടിലോ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ അത് ഇതിനകത്ത് ലൈവായിട്ട് കാണാം. ഇതിപ്പോൾ റിയർ ആണ് നടക്കുന്നത്, ലൈവ് വ്യൂ ആണ്.
നമുക്കിത് ഫ്രണ്ടിലെ ക്യാമറയിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഒരു ഹാരിയർ EV വാങ്ങിയാൽ ഡാഷ് ക്യാം എക്സ്ട്രാ വാങ്ങേണ്ട കാര്യമില്ല. അതും ഇതിൻ്റെ നല്ല ക്രിസ്പാണ്. ഇതിപ്പോൾ SD കാർഡ് ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പോപ്പപ്പ് ചെയ്ത് നിൽക്കുന്നത്. നല്ല ക്ലാരിറ്റിയാണ് കേട്ടോ, ആക്ച്വലി നല്ല ക്ലാരിറ്റിയാണ് ഇതിൻ്റെ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെൻട്രൽ കൺസോൾ, അതായത് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു ലേ ഔട്ടും ഈ ഒരു നമ്മുടെ ഈ എസെൻഷ്യൽ ഒരു കാര്യങ്ങളുടെ ബട്ടൺസ് അല്ല, ഹാപ്റ്റിക് ബട്ടൺസ് ആണ്, ടച്ച് സെൻസിറ്റീവ് ആണ്, അതിൻ്റെ ഒരു ലേ ഔട്ടും കൊടുത്തിരിക്കുന്നത്. ടെമ്പറേച്ചർ ഡ്യുവൽ സോൺ നമുക്ക് ക്ലൈമറ്റ് കൺട്രോൾ AC ആണ് വരുന്നത്. അതിന് ഫിസിക്കൽ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് നമുക്ക് ഗൺ അൺലോക്ക് ചെയ്യാനുള്ള ബട്ടൺ, ഇത് ഫ്രണ്ട് ഫോഗ് ലാമ്പ്, ഇത് റിയർ ഫോഗ് ലാമ്പ്, ഇത് നമ്മുടെ ഹസഡ്സിൻ്റെ എല്ലാം ടച്ച് സെൻസിറ്റീവ് ആണ്. ഇത് ബൂട്ട് ഓപ്പണിംഗ് ഉള്ള ബട്ടൺ, ലോക്ക് അൺലോക്ക്. ഇത് 360 ക്യാമറയ്ക്കുള്ളതാണ്. 360 ക്യാമറ നല്ല അസാധ്യ ക്ലാരിറ്റിയാണ്. ക്ലാരിറ്റി എന്നൊന്നും പറഞ്ഞാൽ പോരാ, അടിപൊളി ക്ലാരിറ്റിയാണ്, നല്ല ഭംഗിയാണ് കാണാൻ. ഈ ഡിസ്പ്ലേക്ക് ഒരു വലിയൊരു ഇമ്പോർട്ടൻസ് കൂടെ ഉണ്ട്. ഇത് ഇന്ത്യാസ് ഫസ്റ്റ് അല്ലെങ്കിൽ വേൾഡ്സ് ഫസ്റ്റ് എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു ഡിസ്പ്ലേ ആണ്. ഈ ഡിസ്പ്ലേ സാംസങ്ങിൻ്റെ QLED എന്ന് പറയുന്ന ഒരു ടെക്നോളജിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഡിസ്പ്ലേ ആണ്. എക്സ്ട്രീംലി ക്രിസ്പാണ് ഇതിൻ്റെ വിഷ്വൽസ്. നല്ല ഒരു നമുക്കിങ്ങനെ എത്ര അടുത്തുകൊണ്ട് വന്നാലും ആ ഡിസ്പ്ലേയുടെ ആ ഒരു പിക്സൽസ് കാര്യങ്ങളൊന്നും നമുക്ക് പോപ്പ് ചെയ്ത് നിൽക്കത്തില്ല. ഒരു ഡോൾബി അറ്റ്മോസ് എനേബിൾഡ് ആയിട്ടുള്ള ഒരു സൗണ്ട് സിസ്റ്റമാണ് ടാറ്റയിനകത്ത് കൊടുത്തിരിക്കുന്നത്. 10 സ്പീക്കറിൻ്റെ ഡോൾബി എനേബിൾഡ് സൗണ്ട് സിസ്റ്റമാണ്. സ്പീക്കറിൻ്റെ പ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് തൽക്കാലം ഒരു ഡെമോ കേട്ട് നോക്കാം. സൗണ്ടിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചൊന്നും ഞാൻ പറയേണ്ടി വരുന്നില്ലല്ലോ. 10 സ്പീക്കർ JBLൻ്റെ ഡോൾബി അറ്റ്മോസ് എനേബിൾഡ് ആയിട്ടുള്ളൊരു സ്പീക്കർ സിസ്റ്റമാണ് ടാറ്റയിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എക്സെപ്ഷണലി ഗുഡ്. പക്ഷേ XEV 90യുടെ അത്രയും ബെറ്റർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ദർ ഈസ് നോ റീപ്ലേസ്മെൻറ്റ് ഫോർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പണ്ട് നമ്മുടെ പഴയ ആൾക്കാർ പറയുന്ന പോലെ അതിൽ 16 സ്പീക്കറുണ്ട്, ഇതിൽ 10 സ്പീക്കറേ ഉള്ളൂ. പക്ഷെ ആ 10 സ്പീക്കർ അന്തസ്സായിട്ട് നല്ല ആത്മാർത്ഥതയോടെ പണിയെടുക്കുന്നുണ്ട്. 10 സ്പീക്കറിൻ്റെതായിട്ടുള്ള ഔട്ട്പുട്ടും കിട്ടുന്നുണ്ട്. പക്ഷെ അതിൽ 16 സ്പീക്കർ, അതായത് 15 സ്പീക്കേഴ്സ്, ഒരു സബ് വൂഫറും അതിനകത്തുള്ളത്. ഇത് ഗെറ്റ്സ് എ ജോബ് ഡൺ. പക്ഷേ നമ്മൾ ഡയറക്റ്റ് ഹെഡ് ഓൺ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് സൗണ്ടിനൊരു അപ്പർ ഹാൻഡ് XEVക്കുണ്ട്. പക്ഷേ ഐ ഹാവ് ടു മെൻഷൻ ദ ക്വാളിറ്റി ഓഫ് ദിസ് ഡിസ്പ്ലേ. ഇത് സാംസങ്ങിൻ്റെ QLED എന്ന് പറയുന്ന ഒരു TV ടെക്നോളജിയാണ്. അത് അവർ കാറിലേക്ക് ഫസ്റ്റ് ടൈം, എനിക്ക് തോന്നുന്നു ഇൻ ദ വേൾഡ് ആണെന്ന് തോന്നുന്നു, ഫസ്റ്റ് ടൈം ഇൻ ദ വേൾഡ് അവർ ഒരു കാറിൻ്റെ ഓട്ടോമോട്ടീവ് ഡിസ്പ്ലേക്ക് വേണ്ടി അതൊരു ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുകയാണ്. എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ. അതായത് നമ്മളൊരു റെഗുലർ ഡിസ്പ്ലേ കാണുമ്പോഴത്തേക്ക് നമുക്കതിൽ നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് പിക്സൽസ് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഈ റിയർ വ്യൂ ക്യാമറയുടെ നമ്മൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പിക്സൽസ് ഇടയ്ക്ക് കാണാൻ പറ്റും. നേരെ മറിച്ച് നമ്മൾ ഇതിലേക്ക് നോക്കിയാൽ ഇത് ക്യാമറ ജസ്റ്റിസ് ചെയ്യുന്നില്ല എന്ന് വേണം പറയാൻ. കാരണം അത്ര ഗംഭീര ഡിസ്പ്ലേ ആണ്, നല്ല ക്രിസ്പാണ്. അതായത് നമ്മുടെ ഒരു ഫോണിൻ്റെ ഈ ആമുലറ്റ് ഡിസ്പ്ലേ എന്നൊക്കെ പറയുന്ന പോലെ നല്ല ചില്ല് പോലത്തേക്കുന്ന വിഷ്വൽസ് അതിനകത്ത് കിട്ടുന്നത്. ഇറ്റ്സ് ഗുഡ്. നല്ലത് കണ്ടാൽ നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. ഓൾസോ ഗുഡിൻ്റെ മാത്രമല്ല, നല്ല റെസ്പോൺസീവുമാണ്. വേറെ ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ഫാസ്റ്റാണ്. എയർ പ്യൂരിഫയറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ടാറ്റയുടെ വണ്ടിക്കകത്ത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. മിക്കവാറും എല്ലാ ടാറ്റയുടെ വണ്ടിക്കകത്ത് നമ്മുടെ നെക്സോൺ EV മാക്സിനകത്ത് പണ്ട് തൊട്ടേ ഉണ്ട്. 2 ഡിസ്പ്ലേ നല്ല ഭംഗിയാണ്. ഇത് നേരത്തെ പറഞ്ഞ പോലെ സാംസങ്ങിൻ്റെ ഒരു QLED ഉണ്ട്. ഇവിടെ ഒരു റിയർ വ്യൂ മിറർ കം ഡിസ്പ്ലേ ഉണ്ട്. അത് DVR-ഉം ആണ്, അപ്പം ഡാഷ് ക്യാം വെക്കണ്ട. ഇവിടെ ഒരു ഡിജിറ്റൽ കോക്പിറ്റ് ഉണ്ട്. ഇതൊന്നുമില്ലാതെ ഇതിന് ഹെഡ്സപ്പ് ഡിസ്പ്ലേ ഇല്ല. നമ്മുടെ മഹീന്ദ്രയുടെ വെഹിക്കിൾസിനുള്ള പോലെ ഹെഡ്സപ്പ് ഡിസ്പ്ലേ ഇല്ല. അതൊരു പോരായ്മയാണ് ഈ പ്രൈസിൽ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു AC വെൻറ്റ്സ് വരുന്നത്. സൈഡിൽ AC വെൻറ്റ് ഇവിടെയാണ്, സെൻറ്ററിൽ AC വെൻറ്റ് ഇങ്ങനെ ഒരു ലൈൻ പോലെ, 1 കണ്ടിന്യൂസ് ലൈൻ പോലെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്നിട്ട് അത് സ്പ്ലിറ്റായി അവിടെ ഒരു സെപ്പറേറ്റ് പീസായിട്ട്. ഇൻറ്റീരിയർ വന്നിട്ട് ഇതുപോലൊരു ഫുൾ ലെങ്ത് ആംബിയൻ ലൈറ്റ് ബാർ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണത് കാണാൻ. അതിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണെങ്കിലും ഇവിടെ തന്നെയാണ്. നമുക്ക് റിയൽ ടൈം അതിൻ്റെ കളർ മാറുന്നതൊക്കെ ഇവിടുന്ന് തന്നെ നമുക്ക് കിട്ടും. ഇപ്പം XEVക്കകത്ത് ഉണ്ടായിരുന്ന പോലൊരു കളർ വീലൊന്നുമില്ല, ജസ്റ്റ് ഒരു സ്ക്രോള് മാത്രമേ ഉള്ളൂ. ഞാൻ എപ്പോഴും ഈ ടച്ച് സെൻസിറ്റീവ് ബട്ടൺസിന് എഗൻസ്റ്റാണ്. വേറൊന്നുമല്ല, നമ്മൾ എല്ലാവരും വണ്ടി ഉപയോഗിക്കുന്നവർക്ക് മസിൽ മെമ്മറി എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടാവും.
നമ്മളൊരു നോബ് തിരിക്കുന്ന പോലെയോ ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്ന പോലെയോ ഒരിക്കലും ഒരു ടച്ച് പാനലിന് നമുക്ക് വരും. ഒരു 2-3 മാസമൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു മസിൽ മെമ്മറി ഡെവലപ്പ് ആവും. സ്റ്റിൽ ടച്ച് എന്ന് പറയുന്നത് എപ്പോഴും കഴിയുന്നത് കമ്പനികൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു കൈൻഡ് റിക്വസ്റ്റ് ആയിട്ട് കണ്ട് വിടുക. അപ്പോൾ നമ്മൾ ഹാരിയറിൻ്റെ ഫ്രണ്ട് കണ്ടു. ഇനി നമുക്ക് ഹാരിയറിൻ്റെ ബാക്ക് സീറ്റിലുള്ള എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോ മഹീന്ദ്രയുടെ ഇട്ടപ്പം എന്നെ എല്ലാവരും കൂടെ എടുത്ത് ഇങ്ങനെ അമ്മാനും ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിനക്ക് വണ്ടിയെക്കുറിച്ചൊന്നും അറിയത്തില്ല, നിനക്ക് ലിവറിനെ കുറിച്ചൊന്നും അറിയത്തില്ല, അകത്തോട്ട് കയറുമ്പോഴത്തേക്കൊന്ന് കുനിഞ്ഞ് കയറിയാൽ പോരെ, ഉള്ളതുപോലെ തന്നെ പറയും. ഇതിലും പറയും. അപ്പോൾ ഇതിൽ കയറാൻ നമ്മൾ നേരെ അകത്തേക്ക് കയറുക. ഞാൻ ഒടിയേയും വളയുകയും ഒന്നും വേണ്ട, നേരെ സാധാരണതേ ഇങ്ങനെ തന്നെ. കണ്ടല്ലോ, എല്ലാവരും ശ്രദ്ധിച്ച് കണ്ടോണം, ഇന്ന് കണ്ടില്ലെന്ന് പറയരുത്. ഇങ്ങനെ കയറുക. ഞാൻ വേണമെന്ന് വെച്ചാൽ പോലും തല തട്ടത്തില്ല. അകത്തേക്ക് കയറുന്നു, ഇരിക്കുന്നു. അണ്ടർ തൈ സപ്പോർട്ട് XEV90 അത്രയും ഇല്ല. ഐ വിൽ ബി വെരി ഓണസ്റ്റ്. ലെഗ് റൂം ആവശ്യത്തിൽ കൂടുതലുണ്ട്. വെരി ആഡിക്വേറ്റ്. നല്ല ലെഗ് റൂമുണ്ട്. അണ്ടർ തൈ സപ്പോർട്ട് കുറവാണ്. പിന്നെന്താ, ആകെ മൊത്തം ഒരു സ്പേഷ്യസ് ആണോ എന്ന് ചോദിച്ചാൽ സ്പേഷ്യസ് ആണ്. പക്ഷേ XEV90 സ്പേഷ്യസ് ആണോ എന്ന് ചോദിച്ചാൽ സ്പേഷ്യസ് അല്ല. മേ ബി ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ കളേഴ്സിൻ്റെ ആയിരിക്കാം, മേ ബി ഐ ആം റോങ്. പക്ഷെ ഒരു എയറി ക്യാബിൻ എന്നുള്ളൊരു ഫീലിംഗ് കിട്ടുന്നില്ല. ബാക്കിലെ ഡോറിലും ടാറ്റ ആ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ആ ലൈറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ബാക്കിലെ ഡോറിൻ്റെ ഒരു ഡിസൈൻ വന്നിട്ട്. ലെതർ ഫിനിഷാണ്. സ്വിച്ചസൊക്കെ നമ്മുടെ യൂഷ്വൽ സ്വിച്ചസ് തന്നെ. ഒരു ബിൽറ്റ് ഇൻ ബ്ലൈൻഡ് കൊടുത്തിട്ടുണ്ട്. മാനുവലാണ്, പക്ഷെ സ്റ്റിൽ ഒരു ബിൽറ്റ് ഇൻ ബ്ലൈൻഡ് കൊടുത്തിട്ടുണ്ട്. നല്ല കാര്യം. ഇവിടെ ഒരു ഫോൺ ട്രേ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ, കപ്പ് ഹോൾഡർ പോലെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഡീപ്പാണ്. നെക്സോണിലെ പോലെയല്ല, നല്ല സ്പേസ് ഉണ്ട്. പിന്നെ ബാക്കിലെ സീറ്റ് ഇങ്ങനെയാണ്. ഓണസ്റ്റായിട്ട് പറയാമല്ലോ, കംഫോർട്ടിനെ കുറിച്ച് പറഞ്ഞാൽ ഇതിൻ്റെ ഹെഡ് റെസ്റ്റ് നല്ല ഭംഗിയാണ്. ഒരു എയർക്രാഫ്റ്റ് സ്റ്റൈൽ, നമ്മുടെ തല അങ്ങോട്ടും ഇങ്ങോട്ടും റോൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ലൊരു ഹെഡ് റെസ്റ്റാണ്. പക്ഷേ റിക്ലൈൻ ആംഗിൾ അല്പം പുറകോട്ടാണ്. നമ്മൾ ഇച്ചിരി അപ്രൈറ്റഡ്, അതായത് ഇങ്ങനെ ബലം പിടിച്ചൊക്കെ ഇരിക്കുന്ന പോലെ ഇരിക്കേണ്ടി വരും. നമുക്കൊന്ന് റിലാക്സ് ചെയ്യാനുള്ളൊരു ആംഗിൾ ഇല്ല. ഞാൻ ക്രോസ് ചെക്ക് ചെയ്തു, ഇതിന് ഇത്ര റിക്ലൈൻ ഉള്ളൂ, ഇതിന് വേറെ ബാക്കിലേക്ക് റിക്ലൈൻ ഇല്ല. കാരണം ബാക്കിൽ പാർസൽ ട്രെയിൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാക്കിൽ ഒരു 3 സീറ്റ് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ മിഡിൽ പാസഞ്ചറിന് ഹെഡ് റെസ്റ്റ് ഇല്ല. അപ്പുറത്തെ സൈഡിൽ സെയിം സ്റ്റോറി തന്നെ. നടുവിലൊരു ആംറസ്റ്റ് വിത്ത് ട്വിൻ കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. അണ്ടർ തൈ സപ്പോർട്ട് കുറവാണ്. XEVയിൽ എൻ്റെ ഈ ഒരു മുട്ടിൻ്റെ ഈ ഒരു ഒടിവിൻ്റെ പോർഷൻ വരെ നമുക്ക് കവറേജ് കിട്ടുന്നുണ്ടായിരുന്നു. ഇതിൽ അണ്ടർ തൈ സപ്പോർട്ട് മോശം എന്ന് ഞാൻ പറയില്ല. രണ്ടും ഒരേ കാറ്റഗറി വരുന്നുണ്ട് കേട്ടോ. ഞാൻ കമ്പയർ ചെയ്യുന്നത് അതിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ അണ്ടർ തൈ സപ്പോർട്ട് ഓൺ ദ ലോവർ സൈഡാണ്. പക്ഷേ ഫുട്ട് റൂമുണ്ട്, ലെഗ് റൂമും ഉണ്ട്, ഫുട്ട് റൂമും ഉണ്ട്. എനിക്ക് ഷൂസ് ഫ്രണ്ടിലെ സീറ്റിനടിയിലേക്ക് കയറ്റി വെക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് ബാക്കിലിരുന്നിട്ട് ഫ്രണ്ടിലേക്കുള്ളൊരു വ്യൂ വരുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ. ഇതിൻ്റെ പ്രത്യേകിച്ച് ആ ഒരു AC കൺട്രോൾസ്, ആ ഒരു ക്വിക്ക് കൺട്രോൾസ് ഒക്കെ വരുന്ന ആ ഒരു ടച്ച് പാനൽ കാണാൻ ഒരു ഭംഗിയുണ്ട്, ഒരു പ്രത്യേക ഭംഗിയുണ്ട് അത് കാണാൻ. നല്ല രസമാണ്. അതിൻ്റെ ആ നമ്മുടെ മിററിലുള്ള ഡിസ്പ്ലേയും ആ ഡിസ്പ്ലേ എല്ലാം, ഈ സ്റ്റിയറിങ്ങിലുള്ള കാര്യങ്ങളും. ഒരു ഡിസ്പ്ലേ ഓവർലോഡ് എന്ന് വിളിക്കാൻ പറ്റുന്നില്ല, പക്ഷേ സ്റ്റിൽ ഇറ്റ് ലുക്സ് റിയലി പ്രീമിയം. പിന്നെ ബാക്ക് സീറ്റിൽ ഫ്രണ്ടിലെ പാസഞ്ചർ സീറ്റ് നമുക്ക് ബോസ് മോഡുണ്ട്, അറിയാമല്ലോ. ഈ ബട്ടൺ ഞെക്കി കഴിയുമ്പോൾ സീറ്റ് മുന്നിലേക്ക് പോകും. ഈ ബട്ടൺ ഞെക്കി കഴിയുമ്പം സീറ്റിൻ്റെ റിക്ലൈൻ നമുക്ക് മുന്നിലേക്കാക്കാം. അതായത് ഈ സീറ്റിലിരിക്കുന്ന ആൾക്ക്, അതായത് ബാക്കിലെ ലെഫ്റ്റ് സീറ്റിലിരിക്കുന്ന ആൾക്ക് നേരെ മുമ്പിലെ പാസഞ്ചർ സീറ്റിനെ റിക്ലൈൻ ചെയ്യാനും മുമ്പിലേക്കും പിറകിലേക്കും മൂവ് ചെയ്യാനും പറ്റും. അതിന് ബോസ് മോഡെന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഡ്രൈവിംഗ് പൊസിഷനിലാണ് കിടക്കുന്നത്. ഫുട്ട് റൂം ഇച്ചിരി കുറവാണ് XEV വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, പക്ഷേ ഓക്കെയാണ്. 2 സീറ്റിനും പുറകിൽ മാഗസിൻ ഹോൾഡേഴ്സ് ഉണ്ട്. ഇവിടെ ഒരു ഫോൺ സ്റ്റോറേജ് പോലത്തെ ഒരു സ്പേസ് ഉണ്ട്. താഴെ ഒരു 65 വാട്ട്സിൻ്റെ ടൈപ്പ് സി ചാർജറുണ്ട്. ആക്ച്വലി 2 ടൈപ്പ് സി ചാർജറുണ്ട്. 65 വാട്ട്സിൻ്റെ ചാർജിങ് പോർട്ടുണ്ട്. AC വെൻസ് വന്നിട്ട് B പില്ലറിലാണ്. സാധാരണ സെൻട്രൽ കൺസോൾ ഏരിയയിലാണ് കൊടുക്കാറ്. ഇത് B പില്ലറിലാണ് കൊടുത്തിരിക്കുന്നത് 2 സൈഡിൽ.
അതുകൊണ്ട് തന്നെ കുറേ കൂടെ എഫക്റ്റീവായിട്ട് നമ്മുടെ മുഖത്തേക്ക് കാറ്റടിക്കുന്ന രീതിയിൽ വരും. എല്ലാ സീറ്റിലും ഗ്രാബ് ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. ക്യാബിൻ ലാംപ്സും കൊടുത്തിട്ടുണ്ട് 2 സൈഡിലും. ഹാരിയറിൻ്റെ ബൂട്ട് വന്നിട്ട് ഇലക്ട്രിക്കലി ആക്ച്വേറ്റഡ് ബൂട്ടാണ്. ഇലക്ട്രിക്കലി ഓപ്പണിംഗ് ആണ്. ഇവിടെയാണ് അതിൻ്റെ ഒരു ബട്ടൺ വരുന്നത്. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇലക്ട്രോണിക്കലി ഓപ്പൺ ആവും. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബൂട്ടാണ്. ഇതിപ്പോൾ അതിൻ്റെ ഫാസ്റ്റ് ചാർജർ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇരിക്കുന്നതുകൊണ്ടാണ്. ആക്ച്വലി നല്ല സ്പേസ് ഉണ്ട് ഇതിനകത്ത്. ഒരു പാർസൽ ട്രേ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്ലോ ചാർജറും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലോസ് ചെയ്യുന്നത് ഇവിടെയാണ്. ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ സൈലൻ്റ് ആയിട്ട് ക്ലോസ് ആയിക്കോളും. ബാക്കിലൊരു ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഒരു വാഷർ കൊടുത്തിട്ടുണ്ട്. ഒരു വൈപ്പർ കൊടുത്തിട്ടുണ്ട്. അതൊരു നല്ലൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ പുതിയ വണ്ടികളിലൊന്നും ഈ വാഷർ വൈപ്പർ റിയറിൽ കൊടുക്കാറില്ല. അത് ഇപ്പോഴും ടാറ്റ കീപ്പ് ചെയ്യുന്നത് വലിയ സന്തോഷം. റിയറിലൊരു ഡിസൈൻ വരുന്നത് ഇതാണ്. റിയറിലെ ഫോഗ് ലാംപ്സ് വന്നിട്ട് ഒരു ഫുൾ ലെങ്ത് DRL നേരത്തെ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ തന്നെ ബാക്കിലും കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ 1 2 3 4 5 6 അപ്പം മുഴുവൻ 12 അൾട്രാസോണിക് സെൻസേഴ്സ് ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് വരുന്നുണ്ട്. ഇവിടെയാണ് ഹാരിയർ EVയുടെ ചാർജിങ് പോർട്ട് വരുന്നത്. ഡ്രൈവർ സൈഡിലാണ് വരുന്നത്. നോർമലി ഇത് ലെഫ്റ്റ് സൈഡിലാണ് വരാറുള്ളത്. ഇത്തവണ അവർ റൈറ്റ് സൈഡിൽ കൊടുത്തു. ഇതിനെന്നറിയില്ല. പുഷ് ടു ഓപ്പൺ ആണ് കേട്ടോ. അതവിടെ പഴയ പോലെ ലിവർ കാര്യങ്ങളൊന്നും വലിക്കണ്ട. ഇവിടെ വണ്ടി അൺലോക്ക്ഡ് ആണെങ്കിൽ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആവും. CCS2 പോർട്ടാണ്. നമ്മൾ എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല ഇന്നത്തെ കാലത്ത്. ഇപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്. 120 kW DC ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ ശേഷിയുള്ള ഒരു കാറാണ് ഹാരിയർ EV. ഹാരിയർ EVക്ക് റെഗുലർ ഹാരിയറിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ടാറ്റ കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ഒരു കംഫർട്ട് ഫീച്ചറായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഇവൻ്റെ ഷോക്ക് അബ്സോർബേഴ്സാണ്. അൾട്രാ ഗ്ലൈഡ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കലി ഫ്രീക്വൻസി സെലക്റ്റീവ് ഡാമ്പേഴ്സാണ്. ഇലക്ട്രോണിക്കലി ആക്ച്വേറ്റഡ് വാൽവ്സും കാര്യങ്ങൾ. ടു മച്ച് ടെക്നിക്കലായിട്ടൊന്നും ഞാനൊന്നും പോകുന്നില്ല. ബേസിക്കലി ഈ ഷോക്കിൻ്റെ പെർഫോമൻസ് കണ്ടീഷൻസ് അനുസരിച്ചും വണ്ടിയുടെ ഡ്രൈവിംഗ് മോഡിനനുസരിച്ചും ഷോക്ക് അബ്സോർബർ വണ്ടിയുമായിട്ട് സംസാരിച്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോക്ക് സ്റ്റിഫാക്കണോ സോഫ്റ്റ് ആക്കണോ എങ്ങനെ ആക്കണോ എന്നുള്ളത് അവർ തമ്മിൽ സംസാരിച്ച് അങ്ങ് തീർത്തോളും. നമുക്കതിൽ വലിയ റോളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ന്യൂയോർക്ക് പോലത്തെ റോഡായതുകൊണ്ട് ഇതുപോലത്തെ അൾട്രാ ഗ്ലൈഡ് പോലത്തെ അല്ലെങ്കിൽ മഹീന്ദ്രയുടെ മറ്റേ ഡാവിഞ്ചി സസ്പെൻഷൻ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ സസ്പെൻഷൻ ഈ ഫ്രീക്വൻസി സെലക്റ്റീവ് ഡാമ്പേഴ്സിൻ്റെ ഓരോ ഇറ്ററേഷൻസാണ് ഞാൻ ഈ പറഞ്ഞത്. ടാറ്റ സേഫ്റ്റിയുടെ കാര്യത്തിൽ ടാറ്റയുടെ കാര്യങ്ങൾ നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല. എന്നെ കൊന്നിട്ട് മുതലാളി ചാവുള്ളൂ എന്ന് പറയുന്നൊരു മൂഡാണ് ടാറ്റ. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിലും സേഫ്റ്റിയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും കൊടുത്തിട്ടില്ല. 7 എയർ ബാഗ് കൊടുത്തിട്ടുണ്ട്. ഡ്രൈവറിന് നീ എയർ ബാഗ് അടക്കം 7 എയർ ബാഗ് കൊടുത്തിട്ടുണ്ട്. ABS EBD ട്രാക്ഷൻ കൺട്രോൾ പോലത്തെ ബേസിക്കായിട്ട് എല്ലാ വണ്ടിക്കും ഉള്ള പോലത്തെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ലെവൽ 2 ADAS കൊടുത്തിട്ടുണ്ട്. അതായത് ഫോർവേഡ് കൊളിഷൻ വാർണിംഗ്, ഓട്ടോ എമർജൻസി ബ്രേക്കിംഗ്, സിറ്റി എമർജൻസി ബ്രേക്കിംഗ്, റിയർ ക്രോസ് ട്രാഫിക് അലർട്ട്, ബ്ലൈൻഡ് സ്പോട്ട് വാർണിംഗ്, ലെയിൻ കീപ്പ് അസിസ്റ്റ്, ലെയിൻ ഡിപ്പാർച്ചർ വാർണിംഗ്, അതായത് കൊടുക്കാവുന്ന എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. കൂടാതെ 360 ഡിഗ്രി ക്യാമറ, ഇൻസൈഡ് റിയർ വ്യൂ മിററിൽ തന്നെ ഒരു ഡാഷ് ക്യാം ആയിട്ട് വർക്ക് ചെയ്യുന്നൊരു ഫീച്ചർ. അതിൻ്റെ ഫീഡ് നമുക്ക് ലൈവായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അങ്ങനെ വേണം ചെയ്യാം. അതൊക്കെ നല്ലൊരു ഫീച്ചറായിട്ട് തോന്നി. എന്നെ സംബന്ധിച്ച് വാട്ട് ആർ ദ ടേക്ക് അവേസ്, ഇല്ലെങ്കിൽ വാട്ട് ഈസ് സ്റ്റോപ്പിംഗ് യു ഫ്രം ബൈയിങ് എ ടാറ്റ ഹാരിയർ EV എന്ന് ചോദിച്ചാൽ, ഒന്ന് റിയർ സീറ്റിൻ്റെ റിക്ലൈൻ. റിയർ സീറ്റ് റിക്ലൈൻ XUVയുടെ അത്രയില്ല. റിയർ സീറ്റിൻ്റെ ആ ഒരു അണ്ടർ തൈ സപ്പോർട്ട് അതും XUVയുടെ അത്രയില്ല. സ്പീക്കേഴ്സ് കുറച്ചുകൂടെ ബെറ്റർ ആകാമായിരുന്നു. പക്ഷേ അങ്ങനത്തെ കൊച്ചു കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കി നിർത്തിയാൽ ഒരു പ്രോപ്പർ ഫുൾ സൈസ് SUV വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേറെ എങ്ങോട്ടും ആലോചിച്ച് പോകണ്ടെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം ഈ കിടക്കുന്ന സാധനം മതി. പിന്നെ ഏറ്റവും വലിയ ഹാരിയർ EVയുടെ USP ഇത് ഓൾ വീൽ ഡ്രൈവാണ്. ഇക്കോ മോഡലും നോർമൽ മോഡലും ഓൾ വീൽ ഡ്രൈവ് വർക്ക് ചെയ്യില്ല. റിയർ വീൽ ഡ്രൈവ് ഓൺലി ആയിരിക്കും. സ്പോർട്സ് മോഡ്, ബൂസ്റ്റ് മോഡ്, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഓഫ് റോഡ് പോകുന്ന ടെറൈൻ മോഡിലേക്ക് മാറ്റിയാൽ മാത്രമേ ഫ്രണ്ട് മോട്ടർ ആക്ടിവേറ്റ് ആവുള്ളൂ. അല്ലാതെ നോർമൽ കോഴ്സിൽ ഫ്രണ്ട് മോട്ടർ ആക്ടിവേറ്റ് ആവില്ല.
ഓൾ വീൽ മോഡിൽ വരുമ്പോഴത്തേക്ക് പീക്ക് പവർ എന്ന് പറയുന്നത് 304 BHP ആണ്. ഓൾമോസ്റ്റ് 500 Nm ടോർക്കും ഉണ്ട്. അപ്പോൾ ഇറ്റ്സ് നോ സ്ലൗച്ച്, റിയലി ഫാസ്റ്റ്. അപ്പോൾ 6.5 seconds ആണ് 0 to 100 വരുന്നത്. ഈ ഒരു 2 ടണ്ണിന് മുകളിൽ വെയിറ്റ് ഉള്ള വണ്ടി 6.5 seconds കൊണ്ടൊക്കെ അടിച്ച് 100 കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോങ്കസ്. 75 kWh ബാറ്ററിയാണ് ടാറ്റ ഇതിൽ കൊടുത്തിരിക്കുന്നത്. അണ്ടർ ബോഡിയിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. 200 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. എന്നാലും നമ്മൾ ശ്രദ്ധിക്കണം സ്വാഭാവികമായിട്ടും. നല്ല ഷാർപ്പായിട്ടുള്ള കല്ലുകൾ, നല്ല ഹമ്പ് വരുമ്പോൾ ഒന്ന് സ്ലോ ചെയ്യുക, ബേസിക് കോമൺ സെൻസ് ആണ്. ബാറ്ററിയിൽ അടി തട്ടിക്കഴിഞ്ഞാൽ വാറണ്ടി കാര്യങ്ങളൊക്കെ അതിൻ്റെ പുറകെ നമ്മൾ പോകേണ്ടി വരും. അത് പിന്നൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ സ്റ്റിൽ നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഹാരിയർ EVയെ നമ്മൾ സ്ട്രിക്ട്ലി പ്രൈസ് പോയിന്റിൻ്റെ രീതിയിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഹാരിയർ EVയുടെ ഈ ടോപ്പ് ആൻഡ് QWD ഓൾ വീൽ ഡ്രൈവ് എന്ന് ടാറ്റ വിളിക്കുന്ന ഈ വേരിയൻറ്റും ഇക്വലൻ്റ്ലി പ്രൈസ്ഡ് XEV9E നമ്മൾ കമ്പയർ ചെയ്താൽ വിച്ച് ഇസ് എ ബെറ്റർ കാർ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൂ യു ആസ്ക്. ഒരു മാച്ചോ SUV വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക്, ടാറ്റയുടെ ഒരു ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങൾ അറിയാവുന്ന ഒരാൾക്കാർ, അത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് വേറെ എങ്ങോട്ടും നോക്കണ്ട, ഇത് തന്നെ മതി. 75 kWh ബാറ്ററി പാക്കാണ്. ടോപ്പ് എൻഡ് മോഡൽ ഓൺ റോഡ് വരുന്നത് ഒരു 33-34 lakhs. സിമിലർലി പ്രൈസ്ഡ് ആണ്. 2 വണ്ടികളും മോർ ഓർ ലെസ് സിമിലർലി പ്രൈസ്ഡ് ആണ്. 75 kWh ബാറ്ററിയാണ് വരുന്നത്. നമുക്ക് റിയലിസ്റ്റിക് ആയിട്ടൊരു 450 കിലോമീറ്റർ തൊട്ട് 480 വരെ. അതിനപ്പുറത്തേക്ക് ഈ ഒരിക്കലും കിട്ടാത്ത 600 കിലോമീറ്റർ നോക്കണ്ട. ഒരിക്കലും കിട്ടാത്ത ഫിഗർ നമ്മളെപ്പോഴും പറയുന്ന പോലെ ഒരു റിയലിസ്റ്റിക് ആയിട്ട് 450-480 അത്ര എക്സ്പെക്ട് ചെയ്താൽ മതി. അത് കിട്ടും, കംഫർട്ടബിളായിട്ട് പോകാൻ പറ്റും. പക്ഷേ ബാക്കിലെ സീറ്റിൻ്റെ റിക്ലൈൻ ആംഗിൾ പോരാ, അണ്ടർ തൈ സപ്പോർട്ടും പോരാ. അത് രണ്ടും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കുറേ കൂടെ ഇങ്ങോട്ട് റിക്ലൈൻ ചെയ്തേനെ. കാരണം ഞാൻ പ്രോപ്പർ ഒരു SUV സ്റ്റൈൽ ഡിസൈൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. XEV ഒരു കൂപ്പ SUV ആണ്. പക്ഷേ എൻ്റെ മൈൻഡ് എപ്പോഴും ഒരു ഫുൾ സൈസ് SUVയുടെ കൂടെയാണ്. എൻ്റെ മുഖത്തെ ചിരി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും ഇത് ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ബാക്കിലെ സീറ്റ് ഒരു ഇച്ചിരി കോംപ്രമൈസ്ഡ് ആണ് XEV9E വെച്ച് നോക്കുമ്പോഴത്തേക്ക്. അത് അത് ഒഴികെ ബാക്കി എന്തുകൊണ്ടും ഞാൻ കണ്ണടച്ചത് എടുക്കുള്ളൂ. കാരണം ഞാൻ ഓൾറെഡി ഒരു ടാറ്റ യൂസ് ചെയ്യുന്ന ആളാണ്, സാറ്റിസ്ഫൈഡ് ആണ്. ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും സർവീസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. വേറെ ഒരുപാട് പേര് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്, ഇല്ല എന്നല്ല, ഞാൻ ഓക്കെയാണ്. അപ്പം അത്രയേ ഉള്ളൂ ഹാരിയർ EVയെക്കുറിച്ച് പറയാനുള്ളത്. അവനും സൈൻ ഓഫ് ചെയ്തു. നമുക്ക് ഹാരിയർ EVയിൽ വന്നിട്ട് ബാറ്ററിക്ക് ലൈഫ് ടൈം വാറണ്ടിയാണ് നിലവിൽ പറയുന്നത്. ലൈഫ് ടൈം വാറണ്ടി എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ വർഷവും അവരുടെ സബ്സ്ക്രിപ്ഷൻ പുതുക്കുകയാണെങ്കിൽ ലൈഫ് ടൈം വാറണ്ടി കിട്ടും. അല്ലെങ്കിൽ 10 years അല്ലെങ്കിൽ 2 lakh kilometers റെസ്ട്രിക്ഷനാണ്. പിന്നെ മോട്ടറിന് 8 years അല്ലെങ്കിൽ 1,60,000 kilometers ആണ് വാറണ്ടി. വെഹിക്കിൾ വാറണ്ടി, അതായത് ബാക്കിയുള്ള വെഹിക്കിളിന് വാറണ്ടി 3 years 1,25,000 kilometers ആണ്. നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും, ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ വെഹിക്കിൾ ടു ലോഡ്, വെഹിക്കിൾ ടു വെഹിക്കിൾ, ഈ 2 ഫീച്ചേഴ്സ് നമ്മൾ മസ്റ്റായിട്ട് അഡ്രസ്സ് ചെയ്താലേ പറ്റുള്ളൂ. ഇപ്പോൾ ഇൻ ദ കേസ് ഓഫ് നമുക്ക് വീട്ടിലൊരു കറണ്ട് കട്ട് വന്നു, 2-3 ദിവസമൊക്കെ കറണ്ട് കട്ട് ചില സമയത്തൊക്കെ നമുക്ക് വരാറുണ്ടല്ലോ. അപ്പം വെഹിക്കിൾ ടു ലോഡ് എന്ന് പറയുമ്പം 3300 watts വരെ, അതായത് 3.3 kilowatts വരെ നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും. ഇതിൻ്റെ ചാർജിങ് പോർട്ടിൽ നമുക്കൊരു കണക്ടർ വെച്ചിട്ട് എടുക്കാം. പിന്നെ വെഹിക്കിൾ ടു വെഹിക്കിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് 5 kilowatt വരെ 5000 watts വരെ നമുക്ക് ഹാരിയർ EVന്ന് വേറൊരു ഇലക്ട്രിക് കാർ ചാർജ് ചെയ്യുന്നതിലേക്ക് നമുക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതൊരു നല്ല ഫീച്ചറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആ ഒരു ഫീച്ചർ മഹീന്ദ്രയുടെ ഇലക്ട്രിക്സിൽ മിസ്സിംഗ് ആണ്. ഇനി ഇവനെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ട് ബാക്കി കാര്യം അപ്പോൾ പറയാം. നമുക്ക് ഹാരിയർ EV ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുമ്പോഴത്തേക്ക് ഇതുപോലെ ഒരു ബ്ലൈൻഡ് സ്പോട്ട് ക്യാമറ ആക്ട് ചെയ്യും. നമ്മുടെ മിററിൻ്റെ താഴെയുള്ള ക്യാമറ ബ്ലൈൻഡ് സ്പോട്ട് ക്യാമറ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതാണിപ്പോൾ നമ്മൾ കാണുന്നത്. ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുള്ള വണ്ടികളിൽ വെച്ചിട്ട് കമ്പയർ ചെയ്ത് തന്നെ പറയുക. അപ്പോൾ ഇതിൻ്റെ ടേണിങ് സർക്കിൾ ഇച്ചിരി കൂടുതലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഇപ്പോൾ XEV9E ഞാൻ ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിരുന്നു. അതിൻ്റെ ടേണിങ് സർക്കിൾ അത്രയും വലിപ്പമുള്ളൊരു വെഹിക്കിളിനെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ടേണിങ് സർക്കിൾ ഭയങ്കര വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഡ്രൈവിംഗ് സർക്കിളാണ്. ഇതിൻ്റെത് കുറച്ചുകൂടെ മേച്ചോണ്ട് നടക്കാൻ പ്രയാസമാണ്. ടിപ്പിക്കൽ SUVയുടെ നേച്ചറാണ്. നമ്മൾ പറയുമ്പം എല്ലാം പറയണമല്ലോ, അതുകൊണ്ട് പറഞ്ഞു തന്നെ.
സ്റ്റിയറിംഗ് ഒക്കെ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. എനിക്ക് നല്ല ഒരു SUV യുടെ സ്റ്റിയറിംഗ് പോലൊരു ഫീലിംഗ് ഇല്ല. നമുക്കൊരു കാർ ഓടിക്കുന്ന ഒരു ഫീലിംഗ് ആയിട്ടുണ്ട്, വിച്ച് ഈസ് ആക്ച്വലി എ ഗുഡ് തിങ്. ഇതുപോലെ നമ്മുടെ ഈ മിറർ, ഇത് റിയൽ ടൈമാണ്, ലാഗ് ഒന്നുമില്ല. നമുക്ക് ഡിജിറ്റൽ റിയർ വ്യൂ മിററാണ്, ലാൻഡ് റോവറിൽ നിന്ന് പിടിച്ചെടുത്ത കുറച്ച് ഫീച്ചേഴ്സാണ് അതെല്ലാം. ഇത് DVR ആയിട്ട് ആക്ട് ചെയ്യും. ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എക്സ്ട്രാ ഒരു ഡാഷ് ക്യാമോ കാര്യങ്ങളൊന്നും വെക്കണ്ട. ഫ്രണ്ട് ആൻഡ് ബാക്ക് ക്യാമറ റെക്കോർഡ് ചെയ്യും, നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കുകയും ചെയ്യാം. യാത്രാസുഖം, നല്ല യാത്രാസുഖമാണ്. നമുക്കങ്ങനെ അലോസരപ്പെടുന്ന രീതിയിലുള്ള വേറെ കാര്യങ്ങളോ വാണിങ്ങിൻ്റെ സൗണ്ടുകളോ ചൈമുകളോ ഒന്നുമില്ല. വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഒരു സസ്പെൻഷൻ്റെ ഒരു മികവ് തന്നെയാണ്. അൾട്രാ ഗ്ലൈഡ് എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അൾട്രാ ഗ്ലൈഡ് എന്ന് പറയുന്നൊരു ഫ്രീക്വൻസി സെലക്റ്റീവ് ഡാമ്പറാണ് ഇതിൽ ടാറ്റ യൂസ് ചെയ്തിരിക്കുന്നത്. സസ്പെൻഷനിൽ ടാറ്റ നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്, അതിൻ്റെ കാണാനുമുണ്ട്. ഒരു വളരെ മെച്ചുവേർഡ് ആയിട്ടുള്ളൊരു വെഹിക്കിളായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട് ഹാരിയർ EV. അപ്പോൾ ഈ ഇറക്കം നമ്മൾ വേറെ ഇതിപ്പം എത്രത്തോളം ഈ സ്റ്റെബിലൈസർ ഉള്ള ഈ ക്യാമറയിൽ എനിക്ക് പിടിച്ചെടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ സ്റ്റിൽ വളരെ മെച്ചുവേർഡായിട്ടാണ് വണ്ടിയുടെ ആ ഒരു ചാസി, ആ ഒരു ഫ്രീക്വൻസി സെലക്റ്റീവ് ഡാമ്പേഴ്സ് ആ ഒരു ഇമ്പാക്റ്റിനെ അബ്സോർബ് ചെയ്തെടുത്തത്. അക്കാര്യത്തിൽ നമ്മൾ അംഗീകരിച്ചു കൊടുത്താലേ പറ്റുള്ളൂ. നമുക്കൊരു 19 ഇഞ്ച് ടയറും വീലും വണ്ടിയിൽ വരുന്നത് തന്നെ നമുക്ക് ആവറേജ് ഒരു 35,000 to 40,000 കിലോമീറ്റേഴ്സ് കിട്ടുമെന്നാണ് നമ്മുടെ അഡ്വൈസർ പറഞ്ഞത്, അല്ലേ? ഒരു 40,000 കിലോമീറ്റേഴ്സ് വരെ നമ്മൾ, പിന്നെ കുറച്ചതിനകത്ത് നമ്മൾ ലോജിക്ക് ഉപയോഗിക്കണം. 19 ഇഞ്ച് ടയറാണ്, ടയറിന് വേറെ കൂടുതലുണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ എയർ പ്രഷർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഇത്രയും പവർഫുള്ളായിട്ടുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ റൈറ്റ് ഫുട്ട് ഇച്ചിരി ഒന്ന് മയത്തിൽ പിടിച്ച് ഞെരിക്കുക. നമ്മൾ മയത്തിൽ ഓടിച്ചാൽ ടയർ അത്രയും കൂടെ കിടക്കും. അത്രേ ഉള്ളൂ. ഒരു പക്ക വെൽ സോർട്ടഡ് SUV. ഇന്നത്തെ വീഡിയോ നമ്മൾ എടുത്തത് എടപ്പള്ളിയിലുള്ള ലെക്സോൺ EV ഓൺലി ഡെഡിക്കേറ്റഡ് ഷോറൂമിൽ നിന്നാണ്. ഇവിടുത്തെ സ്റ്റാഫൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. ജസ്റ്റ് വീഡിയോ എടുക്കാൻ വന്നപ്പോഴത്തേക്ക് അവർക്ക് മാനേജ്മെൻറ്റിനോട് പെർമിഷൻ ചോദിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അവർ ക്ലിയർ ചെയ്ത് തന്നു. ടെസ്റ്റ് ഡ്രൈവ് എടുത്തു. വെരി ഹാപ്പി. ഞാൻ ഓൾറെഡി ഒരു ടാറ്റ കസ്റ്റമറാണ്, അതുകൊണ്ട് തന്നെ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിലും ടാറ്റയിലേക്ക് പോകണമെന്ന് തന്നെയാണ് ആഗ്രഹം. ഇവർ കൊള്ളാം. അപ്പോൾ താങ്ക് യു ലെക്സോൺ ടാറ്റ ഇലക്ട്രിക് ഓൺലി എക്സ്ക്ലൂസീവ് ഷോറൂം എടപ്പള്ളി. അപ്പോൾ അത്രയേ ഉള്ളൂ ഹാരിയർ EVയുടെ വീഡിയോ. എല്ലാ കാര്യങ്ങളും ഞാൻ കൺസിഡർ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നല്ലൊരു വെഹിക്കിളാണ്, നല്ല സോളിഡ് ബിൽഡ് ക്വാളിറ്റിയുള്ള, നല്ല സേഫ്റ്റി ഫീച്ചേഴ്സുള്ള, റീസണബിളി പ്രൈസ്ഡ് ആയിട്ടുള്ള, അത്യാവശ്യം നല്ല റേഞ്ചുള്ള ഒരു ഫാമിലി വെഹിക്കിളാണ്. കയറാനും ഇറങ്ങാനും ഒന്നും പ്രത്യേകിച്ച് പ്രശ്നങ്ങളില്ലാത്ത ഒരു ഫാമിലി വെഹിക്കിളാണ്. ബാക്കിലെ സീറ്റിന് റിക്ലൈൻ ആംഗിൾ അല്പം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിലെ സീറ്റിന് അണ്ടർ തൈ സപ്പോർട്ടും കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിലും. അത് രണ്ടും ഒഴികെ നോക്കിയാൽ എൻ്റെ മനസ്സിപ്പോഴും ഇതിൻ്റെ കൂടെ തന്നെയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ. ബൈ. കമ്പാരിസൺ നമ്മൾ B6 നടത്തും. വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് അവർ മാസ്ക് ചെയ്തിരിക്കുന്ന ഒരു കാര്യം, ഇതിൻ്റെ അഡാസിൻ്റെ റഡാറും കാര്യങ്ങളുമൊക്കെ ഈ ഈശ്വര ഓൾറെഡി അൺലോക്ക് ആയിരുന്നു, ചമ്മിപ്പോയി. നമുക്കിനി ഒന്ന് ലോക്ക് ചെയ്ത് നോക്കാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഒരു വെഹിക്കിള്, ഇത്രയും സൈസുള്ളൊരു വെഹിക്കിള്. കുഴപ്പമില്ല, ഇപ്പോൾ തൂക്കിയാനെ. ഞാൻ കാര്യങ്ങളായിട്ട് പറയുന്നുണ്ട്, ഒരു വിരോധം ഇല്ലല്ലേ.